ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ജാങ്കോന്റെ ഒരു സെക്ഷൻ ആണ്. ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്ഗ്രസ് എസ്ക്യൂഎൽ എന്ന് പറയുന്ന ഡേറ്റാബേസ് നമുക്ക് ജാങ്കോയിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പോസ്റ്റ്ഗ്രസ് എസ്ക്യൂഎലും പിന്നെ പി ജി അഡ്മിൻ ഫോർ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ലിങ്ക്. ഓക്കെ, നിങ്ങൾ പോസ്റ്റ്ഗ്രസ് എസ്ക്യൂഎലും പി ജി അഡ്മിൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എങ്ങനെ നമുക്ക് ജാങ്കോയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ജാങ്കോയിൽ ഒരു ആപ്ലിക്കേഷൻ എടുക്കുക. ഓക്കെ, ആപ്ലിക്കേഷനിൽ നമ്മൾ സെറ്റിംഗ്സ് ഡോട്ട് പൈ എന്ന് പറഞ്ഞ ഒരു ഫയൽ ഉണ്ട്. ഓക്കെ, സെറ്റിംഗ്സ് ഡോട്ട് പൈ ഫയലിനകത്ത് നമ്മൾ ഡേറ്റാബേസസ് എന്ന് പറഞ്ഞൊരു ഒരു വേരിയബിൾ ഉണ്ട്. അതിനകത്ത് നമ്മൾ എഞ്ചിനിൽ നമുക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് എന്ന് പറയുന്നത് SQLite ആണ്. ഓക്കെ, അത് നമുക്ക് SQLite മാറ്റിയിട്ട് നമുക്ക് പോസ്റ്റ്ഗ്രസ് SQL നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. ഓക്കെ, ഈ SQLite എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡേറ്റാബേസ് ആണ്. അതൊരു നമുക്ക് മിനി പ്രോജക്റ്റോ അല്ലെങ്കിൽ സ്മോൾ പ്രോജക്ട്സിന് മാത്രം നമുക്ക് അത് ചെയ്യാൻ പറ്റൂ. വലിയ പ്രോജക്ട്സ് നമുക്ക് SQLite പറ്റത്തില്ല. പകരം നമ്മളൊരു തേർഡ് പാർട്ടി ഡേറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ്ഗ്രസ് SQL ആണ്. ഓക്കെ, ഇവിടെ എഞ്ചിനകത്ത് ഞാൻ ബാക്കൻസ് ഡോട്ട് SQLite 3 മാറ്റിയിട്ട് പോസ്റ്റ്ഗ്രേ SQL എന്നാക്കും. ഓക്കെ, പോസ്റ്റ്ഗ്രേ SQL എന്ന് പറഞ്ഞ് കൊടുക്കും. ഇനി നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാബേസിന്റെ നെയിം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ നോക്കുകയാണ് പി ജി അഡ്മിൻ ഫോറിനകത്ത് ഞാൻ ഇത് സെർവേഴ്സിനകത്ത് നോക്കുമ്പോൾ ഡേറ്റാബേസിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, പോസ്റ്റ്ഗ്രസും എം കോഡിങ്ങും. ഓക്കെ, പോസ്റ്റ്ഗ്രസ് ഡീഫോൾട്ട് ഡേറ്റാബേസ് ആണ്. ഇവിടെ ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസ് ആണ് എം കോഡിംഗ് എന്ന് പറയുന്നത്. എം കോഡിംഗ് ആയിരിക്കും നമ്മുടെ ഇവിടെ നെയിം കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ എം കോഡിംഗ് എന്ന് പറഞ്ഞ് ഇടും. എഞ്ചിന്റെ നെയിമും മാത്രമല്ല, നമ്മൾക്ക് ഇതിന്റെ ക്രിഡൻഷ്യൽസ് കൂടെ കൊടുക്കാനുണ്ട്. കാരണം പോസ്റ്റ്ഗ്രേ SQLനകത്ത് യൂസർ നെയിം പാസ്വേഡും വേണം. ക്രിഡൻഷ്യൽസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ യൂസർ എന്ന് പറയുന്നത് പോസ്റ്റ്ഗ്രസ് ആണ്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പോസ്റ്റ്ഗ്രേ SQL നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ യൂസർ പോസ്റ്റ്ഗ്രേസ് ആയിരിക്കും. ഇനി അതിന്റെ നമ്മൾ പാസ്വേഡ് എന്ന് പറഞ്ഞു കൊടുക്കണം. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡീഫോൾട്ട് ആയിട്ട് കൊടുത്തത് 1 2 3 4. ഇനി അടുത്തത് നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹോസ്റ്റ്, ഓക്കെ, അതായത് നമ്മുടെ വെബ്സൈറ്റിന്റെ ആ വെബ്സൈറ്റ് നമ്മൾ ഇവിടെ റെഫർ ചെയ്യണം. ഞാൻ ഇതിപ്പോഴത്തെ ലോക്കലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ലോക്കൽ ഹോസ്റ്റ്. നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിനകത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. നമ്മളെ ഡേറ്റാബേസസിൽ നമ്മൾ ഇത്രയാണ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നത് പോസ്റ്റ്ഗ്രേസ്ക്യൂഎലിന് വേണ്ടി. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ജാങ്കോയും പോസ്റ്റ്ഗ്രസും തമ്മിൽ ഒരു ലിങ്ക് വേണം. അതായത് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു എക്സ്റ്റേണലി അഡാപ്റ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ആ അഡാപ്റ്റർ ആണ് നമ്മളിവിടെ psycopg2 എന്ന് പറയുന്നത് ഒരു അഡാപ്റ്റർ. ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് മോസ്റ്റ് പോപ്പുലർ PostgreSQL ഡേറ്റാബേസ് അഡാപ്റ്റർ ഫോർ ദ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഈ ഒരു ഡേറ്റാബേസ് അഡാപ്റ്റർ നമ്മൾ നമ്മുടെ മെഷീനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാനിത് കോപ്പി ചെയ്തിട്ട് ഇൻസ്റ്റാൾ psycopg2 കൊടുക്കാം. നിങ്ങൾ വെർച്വൽ ENV ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വെർച്വൽ ENVക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, psycopg2 എന്ന് പറയുന്ന അഡാപ്റ്റർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ മൈഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളുടെ ഇവിടെ ഓൾറെഡി ഒരു മോഡൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മോഡൽസ് ഇത് ഞാൻ കഴിഞ്ഞ ഒരു ജാങ്കോ ബേസിക് പ്രോഗ്രാമിംഗിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. നിങ്ങൾക്ക് അതിനകത്ത് നോക്കാം. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ച മോഡലാണ്. അപ്പൊ ഞാൻ ഇതിനെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ മൈഗ്രേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളെ കമാൻഡ് എന്ന് പറയുന്നത് പൈത്തൺ manage.py മേക്ക് മൈഗ്രേഷൻസ് നമുക്ക് കൊടുക്കണം. കാരണം മൈഗ്രേഷൻസ് കൊടുത്താലേ നമുക്കൊരു ഫയൽ വന്നു വരും. മൈഗ്രേഷൻസിനകത്ത് 001 ഇതൊക്കെ എല്ലാം ലോക്കലി ക്രിയേറ്റ് ചെയ്ത മൈഗ്രേഷൻ ഫയലാണ്.
സോ നമ്മളിപ്പോ ഡേറ്റാബേസ് മാറ്റിയുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ മേക്ക് മൈഗ്രേഷൻസ് കൊടുക്കണം. നോ ചേഞ്ചസ് ഡിറ്റക്റ്റഡ്. ഓക്കെ, ഇനി ഞാൻ ഇതിനെ മൈഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതെല്ലാം മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മൈഗ്രേഷൻസ് എല്ലാം സക്സസ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ PostgreSQLനകത്ത് ഇത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഇതിനെ റീഫ്രഷ് ചെയ്യണം. സോ സ്കീമാസിൽ നമ്മളിവിടെ ടേബിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ യെസ്, നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഫസ്റ്റ് ആപ്പ് ആക്സസ്. ബാക്കി ഇതിന്റെ മേളിലത്തെ ഇതൊക്കെ എല്ലാം ഡീഫോൾട്ട് ആണ്. ഓത്ത് യൂസർ ഗ്രൂപ്പ്സ് ഇതൊക്കെ എല്ലാം നമ്മുടെ സൊല്യൂഷനകത്ത് വന്നതാണ്. പിന്നെ അല്ലാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡലിന്റെ ആണ് ഇതോടെ ഫസ്റ്റ് ആപ്പ്. ഓക്കെ, സോ ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് മോഡൽസ് ആണ്. ഇതിനകത്ത് നമുക്ക് 3 ക്ലാസ്സസ് ഉണ്ട്. ആ 4 ക്ലാസ് ഉണ്ട്. 4 ക്ലാസ് ഇവിടെ നിങ്ങൾക്ക് ടേബിൾ ആയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഓക്കെ, ഞാനിപ്പോ ഇവിടെ യൂസർ പ്രൊഫൈൽ ഇൻഫോയില് ഞാൻ ഇവിടെ നമുക്ക് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യൂ ഓർ എഡിറ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 100 റോസ് എന്ന് പറഞ്ഞ അങ്ങനെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഡേറ്റാബേസ്. നമുക്ക് വ്യൂ ചെയ്യാം, പിന്നെ നമുക്ക് എഡിറ്റും ചെയ്യാൻ പറ്റും. സോ ഓരോ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഡേറ്റ വന്ന് വീഴും. ഞാൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ നമുക്ക് സേവ് ചെയ്ത് നോക്കാം. basic24@gmail.com പുതിയ സൈറ്റ് നമുക്ക് .com എന്ന് പറഞ്ഞത്. പ്ലീസ് എൻ്റർ URL ആണ്. സോ നമുക്ക് ഇവിടെ HTTPS താങ്ക് യു ഫോർ രജിസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ രജിസ്റ്റർ ചെയ്ത യൂസറിനകത്ത് കാണിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ എന്താണ് നമ്മൾ ഡേറ്റാബേസിനകത്ത് നമ്മൾ എന്താണ് ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്ട്ലി ഈ PostgreSQL ഡേറ്റാബേസിനകത്തോട്ട് സേവ് ആവും. സോ ഇതാണ് നമുക്ക് എങ്ങനെ നമുക്ക് PostgreSQL നമുക്ക് ജാങ്കോയിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇത് കോമൺ ഒരു ഡേറ്റാബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോസ്റ്റ്ഗ്രേസ്. അല്ലാതെ വേറെ കുറെ ഉണ്ട്, MongoDB, വിൻഡോസ് SQL സെർവർ, MySQL. പക്ഷേ ഇതൊക്കെ തേർഡ് പാർട്ടി ഡേറ്റാബേസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ എക്സ്ട്രാ പ്ലഗിൻ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ വീഡിയോ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ദെൻ.